ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മറ്റന്നാൾ ഫെബ്രുവരി 9 തിയേറ്ററുകളിലേക്ക് എത്തുന്ന തമിഴിലെ പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നാണല്ലോ വിഷ്ണു വിശാൽ, ഒപ്പം തന്നെ വിക്രാന്ത് എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന ലാൽ സലാം. രജനീകാന്ത് കാമിയ റോളിലെത്തുന്ന സിനിമ എന്നൊരു പ്രത്യേകതയാൽ കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ലാൽ സലാം എന്ന സിനിമയുടെ കേരള ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ഡ്യൂറേഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ UAE സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയ്ക്ക് 2 മണിക്കൂർ 32 മിനിറ്റാണ് ദൈർഘ്യം. നിലവിൽ സിനിമയുടെ പ്രീസെയിൽ കണക്കുകളൊന്നും തന്നെ മികച്ചു നിൽക്കുന്നില്ല. എന്തായാലും സിനിമയുടെ മറ്റന്നാൾ വരുന്ന അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയാനായിട്ട് കാത്തിരിക്കാം. ഇന്ന് സൈറൻ എന്ന സിനിമയുടെ ഓഡിയോ ട്രെയിലർ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ജയം രവി, കീർത്തി സുരേഷ് എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന സിനിമ ഒരു ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ട്രെയിലർ യൂട്യൂബിൽ ലഭ്യമാണ്. ചിത്രം അടുത്തയാഴ്ച ഫെബ്രുവരി 16 തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് ചിത്രീകരണം നടക്കുന്ന അജിത്തിന്റെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ വിടാമുയർച്ചി. മഗഡ് തിരുമേനിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന സിനിമയിൽ അജിത്തിന്റെ പല സിനിമകളിൽ ഇതുപോലെ ഒരു മലയാളി താരം കൂടി, അതും നമ്മുടെ പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്നു എന്നൊരു റൂമറാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതലാണ് ഈ റൂമർ ശക്തമായിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഈ വർഷം പകുതിയോടെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. അടുത്തയാഴ്ച തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ഒരു സർവൈവൽ ത്രില്ലർ സിനിമയായിട്ട് വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ നാളെ ഫെബ്രുവരി 8 വൈകിട്ട് 6 മണിക്ക് പുറത്തു വരും. സിനിമയുടെ റിലീസ് തീയതി നാളത്തെ ട്രെയിലറോടെ പ്രഖ്യാപിക്കും. ഫെബ്രുവരി 16 തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും യഥാർത്ഥ റിലീസ് തീയതി നാളെ അറിയാനായിട്ട് കാത്തിരിക്കാം. നേരത്തെ ഒരു ഘട്ടത്തിൽ ഈ ഫെബ്രുവരി മാസം 23 തിയേറ്റർ റിലീസ് ചാർട്ട് ചെയ്ത സിനിമയാണല്ലോ ആസിഫ് അലി, ബിജു മേനോൻ എന്നിവർ പ്രധാന റോളുകളിലെത്തുന്ന തലവൻ എന്ന സിനിമ. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ ഇപ്പോഴത്തെ ഫെബ്രുവരിയിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. മാർച്ച് 1 നിലവിലെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ലോക്ക് ചെയ്യുന്നത്. ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം ഉടനെ പുറത്തു വരുന്നതാണ്. ഈ ഫെബ്രുവരി മാസം തിയേറ്റർ റിലീസ് ലോക്ക് ചെയ്ത സിനിമകളിൽ മോളിവുഡിലെ ഏറ്റവും വലിയ ചെലവിൽ നിർമ്മിക്കുന്ന സിനിമ കൂടിയാണല്ലോ ബ്രഹ്മയുഗം. മമ്മൂട്ടി നായകനാക്കി രാഹുൽ സദാശിവം സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഈ ഹൊറർ ത്രില്ലർ ബിഗ് ബഡ്ജറ്റ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്താൻ 8 ദിവസങ്ങൾ മാത്രം ബാക്കി. അപ്പോൾ ഒരാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ എന്തുകൊണ്ട് സിനിമയുടെ പ്രൊമോഷൻ വർക്കുകൾ ആരംഭിക്കുന്നില്ല? ഓഫ്ലൈൻ ഇന്റർവ്യൂസ് എല്ലാം തന്നെ ഇവിടെ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. വരുന്ന ശനി ഞായറോടെ സിനിമയുടെ ട്രെയിലർ പുറത്തു വരുന്നതോടെ ചിത്രത്തിന്റെ ഓഫ്ലൈൻ പ്രസ് മീറ്റ്, ഇന്റർവ്യൂസ് എല്ലാം തന്നെ വന്നു തുടങ്ങുമെന്നാണ് റിപ്പോർട്ട്. ട്രെയിലർ പുറത്തു വരുന്നതിന് ശേഷം സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് കേരളത്തിൽ ആരംഭിക്കപ്പെടുന്നതാണ്. ഞായറാഴ്ചയോടെ സിനിമയുടെ കേരള ബുക്കിംഗ് ആരംഭിക്കപ്പെടുമെന്നാണ് റിപ്പോർട്ട്. എന്തായാലും സിനിമയുടെ ബുക്കിംഗിന് ശേഷമുള്ള പ്രീസെയിൽ കണക്കുകളെല്ലാം തന്നെ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.